ഹലോ ഗായ്സ്, GTA ഫാൻ്റെ അടുത്തോലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ജ്വല്ലറി ഹെയ്സിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ ഗൈസ്. നമ്മൾ പാർട്ട് 1 ഇറക്കിയിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് ചെക്കൗട്ട് ചെയ്യാം, ചാനലുണ്ട്. ഓക്കെ സോളം വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഓക്കെ അപ്പോൾ നമ്മൾ ജ്വല്ലറി ഹെയ്സിൻ്റെ പാർട്ട് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജ്വല്ലറിക്ക് പോകണേക്കാട്ട് മുന്നേ നമുക്ക് അതൊരു വാൻ വേണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു വാൻ വേണം. സാധാരണ കള്ളന്മാരുടെ ലക്ഷണം ഒരു വാനൊക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും ആദ്യം ഒരു വാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാപ്പിൽ നോക്കി ഒരു എച്ച് പോലെ കാണാം. അതാണ് നമ്മുടെ വാൻ. അതെന്ന് പറയുമ്പോൾ നമ്മുടെ FIB പോലീസ് അങ്ങനത്തെ ഒരു ആൾക്കാരൊക്കെ ഒരു വാനാണ്. അപ്പോൾ ആ വാനാണ് എടുക്കാൻ പോണത്. അത് ഈ ലൊക്കേഷനിൽ എങ്ങാണ്ട് അടുത്തെങ്ങാണ്ട് ഉണ്ട്. അതിപ്പോൾ എന്തിനു വേണ്ടി പിടിക്കാൻ പൊക്കോണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് മിലിറ്ററിക്കാരെങ്ങാണ്ടാന്ന് തോന്നുന്നു. നമ്മളെന്തായാലും അവരെ പിടിക്കാൻ പോകട്ടെ ഗൈസ്. പാലത്തിൻ്റെ മേലിൽ എങ്ങനെ കയറുമെന്ന് ആലോചിച്ച് ഞാൻ എടുക്കണം. പെട്ടു ഗൈസ്. ഇവിടെ എവിടെയും ഒറ്റ വഴി പോലും കാണല്ലേ. ആരിനൊക്കെ ഇപ്പം എങ്ങനെയാണ് പുറത്തേക്ക് പോവുക? സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് പുറത്തേക്ക് പോകണ മേലിൽ നിന്ന് ചാടിയതാണ് ഗൈസ്. ചാടിയത് ഓർമ്മയുള്ളൂ, വേറൊന്നും ഓർമ്മയില്ല. ഈ വഴി കൂടെയാണ് നമ്മൾ റോബറി കഴിഞ്ഞിട്ട് വരാമെന്ന പ്ലാൻ ചെയ്തിരിക്കണം. അവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്ന നമ്മൾ അതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ ഈ പാലത്ത് കൂടെയാണ് റോബറി കഴിഞ്ഞിട്ട് വരാം, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ഫ്രാങ്ക്ലിനൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ചെയ്യാൻ പോണ റോബറി നമുക്കിപ്പോൾ എന്തായാലും വണ്ടി തപ്പാതെ ഓടി കളിക്കാണ്ട്. നമുക്ക് മാപ്പിൽ നോക്കിയത് ഓടിപ്പോണതാണ്. നമുക്കൊന്ന് തന്നെ പിടിക്കാൻ പോകാം കേട്ടോ. പിടിക്കും ഗൈസ്. നമ്മൾ ഇവിടെ അവൻ്റെ അടുത്ത് എത്തിയപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജ് സ്റ്റീൽഡ് LSPD അങ്ങനെ വാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പോണ വാനാണ് ഇത്. പെട്ടു. ഗൈസ് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വന്നപ്പോഴേക്കും അവനെ പിടിക്കാൻ എത്തുള്ളൂ. നമ്മൾ ലേറ്റായി പോയി. അവൻ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അകത്തെത്തി. സ്റ്റേഷൻ്റെ അകത്ത് എത്തിയോണ്ട് നമുക്ക് അതിനെ സ്റ്റീൽ ചെയ്യാൻ പറ്റില്ല. ഉള്ള എല്ലാ പോലീസുകാരും വരും. എത്തുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അടിച്ചു മാറ്റാം. എനിക്ക് വഴി തെറ്റിയതിൻ്റെ പ്രശ്നം മാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ്. എൻ്റെ അമ്മ പോലീസ് അധികം മുന്നിൽ പെടണ്ട. ഓക്കെ, LSPD വാൻ തിരിഞ്ഞ് പോകണ്ടിട്ടാ. നമുക്ക് വേഗം അതിനെ പിടിക്കാൻ പോവാം. നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് കിടില വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇതാ പോണാണ് ഗൈസ്. മിന്നി തിളങ്ങി പോണ വാൻ. നമുക്ക് അതിനെ കത്തിച്ച് വിട്ട് പിടിക്കാട്ടോ. നിങ്ങൾക്ക് നോക്കിയാണ് മിന്നി പോകണ്ട അവിടെ. എൻ്റെ മോൻ്റെ അകത്ത് പട്ടാളക്കാർ എന്തോയില്ല ആൾക്കാരെങ്ങാണ്ടാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ ബൈക്ക് വയ്ക്കാം, എന്നിട്ട് ഇറങ്ങിപ്പോവാം. ഇവിടെ എടുത്താട്ടെ. പോലീസ് വണ്ടി എടുത്ത് ബൈക്ക് നീ പണ്ടാറ് ബൈക്ക് നീക്ക് പരട്ട ബൈക്ക് ഗൈസ്. നമ്മുടെ ബൈക്കിൻ്റെ ടയറിൽ നിങ്ങൾ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടാവും ചങ്ങല ഉണ്ടായിരുന്നു. ടൗസറിന് ചങ്ങല പിടിങ്ങി ഗൈസ്. നമുക്ക് സാരില്ല ഗൈസ്, അത് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്കൊന്നൊരു വേഗം കത്തിച്ചു വിടാം. അത് സ്റ്റേഷനിൽ ഇപ്പോൾ എത്തും. സാരി ഗൈസ്, നമുക്ക് അടുത്ത ട്രൈ അത് കത്തിച്ചു വിട്ടുകൊണ്ട് കാണട്ടെ. എന്ത് സ്പീഡിൽ പോകണേ നമുക്ക് ഗൈസ്. നമ്മുടെ ബൈക്കും അതിൻ്റെ ഇതും നോക്ക്. വണ്ടി എടുത്ത് കിടില വാനാണ് കേട്ടോ ഗൈസ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യട്ടെ, ഗെയിമിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക്. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ വണ്ടി നിർത്താം. മര്യാദയ്ക്ക് വണ്ടി എടുത്തു ഭഗവാനെ. അയ്യോ, പുറത്ത് കയറി. അയ്യോ, വെടിച്ചു ഗൈസ്. എൻ്റെ അമ്മ ഗൈസ്, ഏത് വണ്ടൊക്കെ തോക്കാൻ കേട്ടോ അവരെയുള്ളത്. ഓ ഗൈസ്, പോയി ഗൈസ്. നമ്മളെന്തായാലും അവരെ പോലീസുകാരൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകാം. ഗാർമെൻറ്റ് ഫാക്ടറീൻ്റെ അവിടേക്ക് പോകട്ടെ. ഓക്കെ, ഇവിടെ അടുത്തെങ്ങാണ്ടാണ്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. രാത്രി ആയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇവിടെ വണ്ടി കയറ്റി വെക്കാനാണ് പറയുന്നത്. വണ്ടി ആരും കാണാൻ പാടില്ല കേട്ടോ. ഈ വണ്ടി ആരും കണ്ടുപിടിക്കരുത്. നമുക്കെന്തായാലും ഇതിൻ്റെ അടിയിൽ വെക്കാം. അവിടെ വെച്ചാൽ കണ്ടുപിടിക്കില്ല. ലെസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ ലെസ്റ്റർ, വണ്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങളകത്തേക്ക് വരാം. വന്നോണ്ടിരിക്കുക. ഇതാ അകത്തേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ലെസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഡാണൽ ബ്രോസ്.
ഓക്കെ നമ്മളെന്തായാലും സ്യൂട്ടൊക്കെ ഇട്ടിട്ടോ കേസ്. നമ്മുടെ ഇത് ഗെറ്റപ്പ് കേസ്. ഓക്കെ നിങ്ങൾക്കിപ്പോൾ നോക്കി കാണാൻ പറ്റുന്നത് നമ്മുടെ അടുത്ത് ഫ്രാങ്ക്ലിനും ഉണ്ട്, പിന്നെ വേറെ നമ്മൾ അന്നാണ് കാണിച്ച ആൾക്കാരുണ്ട് കേട്ടോ. ഓക്കെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ടീം. നമ്മളെന്നാണ് ഫോട്ടോയിൽ കാണിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ക്യാരക്ടറിനെല്ലാം സ്വിച്ച് ആയിട്ട് ഇപ്പോൾ ഫ്രാങ്ക്ലിനായിട്ടുണ്ട് കേട്ടോ. അമ്മോ ഫ്രാങ്ക്ലിന് സീരിയസ്നെസ് ഇല്ല കേട്ടോ. നമ്മളെന്താ ഫ്രാങ്ക്ലിനാണ് വണ്ടി ഓടിക്കണത്. ഇതാണ് ടൈസ് നമ്മുടെ ട്രക്ക്. ഈ ട്രക്ക് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. ഈ വാനിലാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ പോകുന്നത്. നമ്മുടെ ഹോൾ ടീമാണ് ടൈസ്. നമ്മളെന്തായാലും ഇവർക്ക് പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ പോണു, പണി ഒപ്പിക്കണം, പിന്നെ ഫുള്ള് പരിപാടിയാണ് ടൈസ്. നിങ്ങളെന്തായാലും വീഡിയോ ഫുള്ള് കാണാം കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ അപ്പോൾ എന്തായാലും ജ്വല്ലറി സ്റ്റോറിന് അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കട ഓർമ്മയുണ്ടാവും, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു പാർട്ട് 1. ഓക്കെ നമ്മളെന്തായാലും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ നമുക്ക് നൈസായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. നമ്മുടെ തോക്കുണ്ട് അടിച്ച് മാറ്റാൻ മാറ്റാം. എല്ലാവരും അവിടെ കുമ്പിട്ടിരിക്കുക. മറ്റേ നിങ്ങൾക്ക് ഓർമ്മ മറ്റേ അന്നാള് അപ്പോൾ നമ്മൾ സോപ്പിട്ട് മയക്കിയ ഒരാളുണ്ടായിരുന്നു സൈഡിലിരിക്കുന്നുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഗൈസ് നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ കൂടിക്കൊണ്ട് കാണട്ടെ ഗൈസ്. ഇപ്പോൾ 1 മില്യൺ ആയിട്ടുണ്ട് കേട്ടോ. $1 മില്യൺ ആയിട്ടുണ്ട്. ഇങ്ങനെ കൂടിക്കൊണ്ട് കാണട്ടെ ഗൈസ്. നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ ഡയമണ്ട് ഗോൾഡ് നിറച്ച് നമ്മൾ ഒരു മൂല പോലും ബാക്കിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ മൈക്കിളാണ് ക്യാരക്ടർ എന്ന് തോന്നുന്നു. നമ്മൾ അടിച്ച് പൊട്ടിച്ചുകൊണ്ട് കാണട്ടെ ഗൈസ്. തോക്കൊണ്ടൊക്കെ പൊട്ടിച്ച് ഏതാ ആക്ഷൻ നോക്കുക ഗൈസ് നിങ്ങൾ. ഓ ഗൈസ് നമ്മളെടുത്ത് വാരി എടുക്കാൻ ഗൈസ്. വാരി തുടച്ച് ക്ലീൻ ചെയ്ത് എടുക്കാൻ പോകാം നമ്മൾ. കണ്ട ഗൈസ് നിങ്ങൾക്ക് സൈഡിലൊക്കെയാണ് ഇപ്പം ഇങ്ങനെ കൂട്ടിക്കൊണ്ട് ഇപ്പോൾ 3 മില്യൺ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എടുത്ത് ഇപ്പോൾ 4 മില്യൺ ആയിട്ടുണ്ട്. ഓ ഗൈസ് പുറത്തെ ആൾക്കാർ വെയിറ്റിംഗ് ആണ് ഗൈസ്. സെക്യൂരിറ്റിനൊക്കെ കാണാൻ ഇതാക്കും. ഹലോ മോനെ ഇങ്ങോട്ട് നോക്കിയേ. പൊട്ട കിടക്കണ എല്ലാവരും നമ്മളവിടെ കളി അവനവിടെ വാദിച്ച് നിൽക്കുന്നു. അല്ല ഗൈസ് പോലീസ് കേട്ടോ. 4 സ്റ്റാർ പോലീസ് വന്നു കേട്ടോ ഗൈസ്. അതായത് ഹെലികോപ്റ്ററും പട്ടാളും FBI ഈ വാൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഒശ്യോ അമ്മോ ഗൈസ് ഞാൻ ചത്തുന്ന് വെച്ചു. കേസ് അവിടെ ബ്രെഡിൽ ജാം തേച്ച പോലെ റോട്ടിൽ തേഞ്ഞൊട്ടിച്ചു ഗൈസ്. ബൈക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ, എനിക്ക് കാർ ഓടിക്കാനായിട്ടുള്ളൂ. ബൈക്കിന് എനിക്ക് കൺട്രോൾ കിട്ടില്ല കേട്ടോ ഗൈസ്. നമ്മൾ നല്ല കത്തിച്ച് വിട്ടുകൊണ്ട് കണ്ട ഗൈസ്. അവർ നമ്മളെ വിട്ടിട്ട് പോയിട്ട് ഗൈസ്. നമ്മുടെ പുറകിൽ പോലീസ് ജീപ്പ് ഉണ്ട് കേട്ടോ. നിറച്ച് 4 സ്റ്റാർ പോലീസാണ്. അതാ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളൊരു ഹോളിൽ ചാടാൻ പ്ലാൻ ചെയ്തേക്കണം. ഈ കാണുന്ന ഹോള്, ഇതിലൂടെ നമ്മൾ ചാടാൻ പോകട്ടെ ഗൈസ്. 3, 2, 1 തിരിച്ചോ. അമ്മോ എനിക്ക് പോലീസ് ഗൈസ്. നമ്മുടെ ലൈഫ് നോക്കുക ഗൈസ്. നമ്മൾ ചത്തിന് കേട്ടോ. ഭാഗ്യം. ഇറങ്ങ്. അമ്മോ ചെറിയ വഴി കൂടെ കൺട്രോൾ ചെയ്യാൻ പാടാണ് ഗൈസ്. എൻ്റെ അമ്മോ ഇത് കൂടെ പോകാൻ പാടാണ് ഗൈസ്. പോലീസുകാർക്ക് ഇപ്പം നമ്മളെ കാണാനില്ല കേട്ടാ. എൻ്റെ അമ്മോ നമ്മൾ സ്റ്റണ്ട് കാട്ടാൻ നോക്കാം ഗൈസ്. ഓക്കെ നിങ്ങളെന്തായാലും ലൈക്ക് അടിച്ച് പവറാക്കട്ടെ, അല്ലെങ്കിൽ നമ്മളെ പോലീസ് കൊണ്ടുപോകും. എൻ്റെ അമ്മോ ഗൈസ് എങ്ങാനും പോലീസ് പിടിച്ചാൽ നമ്മൾ 10 വർഷം ജയിലായിരിക്കും കേട്ടോ ഗൈസ്. അമ്മോ കത്തിച്ചു വിട്ടുകൊണ്ട് കണ്ടോ സീനൊക്കെ വെച്ചാലേ. നമ്മളൊപ്പം ഫ്രാങ്ക്ലിനും പിള്ളേരും ഉണ്ട്. തിരിക്ക്. നമുക്കെന്താ ചെറുതായിട്ടൊരു വെടി കിട്ടിയിട്ടുണ്ട് കേട്ടോ പുറത്തായിട്ട്. നമുക്കൊക്കെയാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലേ. പോലീസ് പോണില്ലല്ലോ, മിന്നൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പാർട്ട് 1 കണ്ടവർക്ക് മനസ്സിലാവും ഗൈസ്. ഇത് നമ്മൾ പ്ലാൻ ചെയ്ത വഴിയാണ്. അവസാനം എൻ്റെ അമ്മോ ഗൈസ് നീ കൺട്രോൾ കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് ഗൈസ് നിങ്ങൾ പാർട്ട് 1 നോക്കി മനസ്സിലായി. ഈ വഴി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു എൻട്രൻസിൻ്റെ ഫോട്ടോ കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ നമ്മളെന്തായാലും വേഗം ഇവിടുന്ന് ചാടാൻ പോകട്ടെ ഗൈസ്. എൻ്റെ അമ്മോ സീൻസാണ് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും വേഗം ചാടാൻ ഇവിടുന്ന്. ഇവിടെ എങ്ങാണ്ട് അടുത്താണല്ലോ പുറത്തേക്ക് പോകാനുള്ള വഴി. പറഞ്ഞ ഈ വഴിയാണോ? അല്ലല്ലോ. ഇവിടെ വർക്കർമാരൊക്കെ ഇട്ടിട്ട് പണിയെടുക്കുക. ഇവരൊക്കെ നമ്മളെ കണ്ട കേസ് കൊടുക്കും.
അവിടെ ഒരു ഭയങ്കര വർക്കാ. അവിടെ എന്തോ ടണല് പണിയാന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ പുറത്തേക്ക് എത്താറായിട്ടുള്ള വഴിയായി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ്. ആയി ഗൈസ്. ഓക്കെ, സിനിയാണ് ഗൈസ്. കണ്ട ഗൈസ്, നമ്മളിപ്പോൾ എന്തായാലും ക്യാരക്ടർ മാറിയിട്ടുണ്ട്. ടേക്ക് ഔട്ട് ദി കോപ്സ് ബിഫോർ ഗോയിങ് ടു ദി ആ സ്ഥലത്തേക്ക് അവന് മുന്നോട്ടോ ഗൈസ്. എൻ്റെ വേറെ പോയിന്റ്. ഓക്കെ, നമ്മളെന്താ പോലീസുകാരൊക്കെ അടിച്ച് വെള്ളത്തിൽ കണ്ട ഗൈസ്. തിരിച്ചോ. എൻ്റെ അമ്മ ഗൈസ്, ഇഡ്ഡല സാധനം കേട്ടോ. ഗൈസ്, സീനൊക്കെ വെച്ചാലേ ഇഡ്ഡലുണ്ട് ഗൈസ്. കത്തിച്ച് വിട്ടോണ്ട് കണ്ട ഗൈസ്. പോലീസുകാർ അവരുടെ പുറകെ തിരിച്ചിടിച്ച് പോടാ തിരിച്ചോ. നിങ്ങൾ താഴെ ശ്രദ്ധിച്ച ഗൈസ്, അവൻ അരച്ച് കൊണ്ടുപോയി നമ്മൾ. അമ്മോ പാവങ്ങൾ ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി തിരിക്കട്ടോ. അവർ പെട്ട് കിടക്കുക ആ സൈഡിൽ, നമ്മൾ ഈ സൈഡിൽ പാട്ടും പാടി പോവാ. തിരിച്ചോ ഗൈസ്. ഇത് കോമഡി സീനാണെന്ന് വെച്ചാൽ കോമഡി സീനാണ്. നമുക്ക് പണി കിട്ടുമെന്ന് വെച്ചാൽ പണി കിട്ടുകയും ചെയ്തു ഗൈസ്. എൻ്റെ അമ്മ ഗൈസ്, ഞാൻ മണ്ടത്തരം കാട്ടിയല്ല. ഞാൻ സത്യം പറഞ്ഞതിൻ്റെ ഒരു കുഴപ്പമാണ്. ഞാൻ അങ്ങോട്ട് തിരിച്ചപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചാടിയത്. അതേസമയം അവർ ഇങ്ങോട്ട് ചാടണ കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഗൈസ്. ഇത്രയും ഗതി കേട്ടാൽ വേറെ ആരും ഉണ്ടാവില്ല കേട്ടോ ഗൈസ്. ഇനി നമ്മൾ തിരിയണില്ല, ഒരേ റൂട്ട് പിടിക്കാൻ തിരിയാ. പോലീസുകാർ ഇടിച്ചിടാണ് കേട്ടോ. തിരിച്ചോ. ട്രക്ക് സ്റ്റണ്ട് കേട്ടോ നോക്ക്. ഓക്കെ, നമ്മളെന്തായാലും അവിടെ സ്ഥലത്ത് എത്താറുണ്ട് കേട്ടോ. പുറകെ പൊഞ്ഞി ഇങ്ങോട്ട് തിരിക്കരുത്. ഭാഗ്യം കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മുടെ പുറകെ തന്നെ കേട്ടോ പോലീസുകാർ. ഇത് ഇവിടെ നോക്കിയാണ് കേസ് വരുന്നേ. അമ്പോ ഇങ്ങ് പോടോട് നിങ്ങളാ ഇതാ അടുത്ത് കൊള്ളാലോ. ഡിസ്റ്റാർ എങ്ങാണ്ട് പോകണില്ല കേട്ടോ ഗൈസ്. ഇങ്ങടെ അവരെ പിടിക്കണ നോക്കിന്നോട്ടാ. അല്ലാണ് ഗൈസ്, പോലീസുകാരൊക്കെ തീർച്ചു ഗൈസ്. പോലീസുകാർ പോയിട്ട് നമ്മളെ കണ്ടപ്പോൾ അവർ സ്ലോ ആക്കി ഓടിപ്പോയി. ഇനി പിടിച്ചിരിക്കാൻ പറ്റില്ല മനസ്സിലായപ്പോൾ. നമുക്ക് ഇന്നലെ ഇവിടെ വോളറായിട്ടുണ്ട് സ്റ്റണ്ട് കേട്ടോ. ഓക്കെ, അവരവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഇനി അവർ ബൈക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറ്റും കമോൺ. ഓക്കെ, ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞ ഗൈസ്, ഈ മിഷൻ ഞാൻ ചെയ്യുമ്പോൾ ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് ഗൈസ് ഞാൻ ഈ വണ്ടി ഇത്ര നേരം ഓടിച്ചോണ്ടെന്ന്. ശ്വാസം അടക്കി പിടിച്ചിട്ട് എനിക്ക് കിളി പോയിട്ടൊക്കെ ഉണ്ട്. എനിക്ക് അമ്മ എന്തായാലും കിടിലം മിഷനായിരുന്നു കേട്ടോ ഗൈസ്. കിടിലം വൈബ് സാധനം കേട്ടോ. ലെസ്റ്ററിൻ്റെ ബുദ്ധിയാണ് ഗൈസ്. പാർട്ട് 1 പറഞ്ഞ പോലെ തന്നെ ഇത് ഫുള്ള് ലെസ്റ്ററിൻ്റെ ബുദ്ധിയാണ് കേട്ടോ. ഇനി തൊട്ട് നമ്മൾ ഇവിടുത്തെ റിച്ച് മാനാണ് കേട്ടോ. നിങ്ങൾ അന്നാൾ മറ്റേ നമ്മളൊരു വീട് പൊളിച്ചതിൽ കണ്ടിട്ടുണ്ടാവും റിച്ച് മാൻ വന്ന് അടിക്കണത്. ഇപ്പോൾ തൊട്ട് നമ്മൾ ഇവിടുത്തെ റിച്ച് മാനാവാൻ പോകണ്ട ഗൈസ്. നമ്മളിനി ഒരുത്തരും തൊട്ടില്ല ഗൈസ്. നമ്മൾ റിച്ചസ്റ്റ് മാനാകാൻ പോകും. ഇനി തൊട്ടാണ് നമ്മൾ വലിയ കാറൊക്കെ മേടിക്കാൻ പോകുന്നത്. നമുക്ക് എന്നുള്ള പാർക്ക് ചെയ്യട്ടെ. ലെസ്റ്റർ നേരെ അവിടെ നിൽക്കണ്ടായിരുന്നു ഗേറ്റിൻ്റെ അവിടെ. ഓക്കെ ലെസ്റ്ററേ, പണി തീർത്തുണ്ട് എല്ലാം ഗൈസ്. ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ ടീം. നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലെസ്റ്റർ നോക്ക് ഗൈസ്, ഏതൊരു കടേൻ്റെ മുന്നിൽ പോയിട്ടൊക്കെ വെക്കണം. എന്നിട്ട് പ്ലാൻ പറഞ്ഞായിരുന്നു ബുദ്ധി ഒക്കെ ഗൈസ്. ഇങ്ങനെ തല കണ്ട നമുക്ക് തോന്നില്ല കേട്ടോ. അമ്മോ. അപ്പം ലെസ്റ്ററേ ശരി എന്നാൽ ടാറ്റ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള. നിങ്ങൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു കാണാം. ടാറ്റ, ബൈ ബൈ.